വചനവീതി പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ആത്മീയ ഗാനങ്ങളും ആത്മീയ സന്ദേശങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് വചനവീതി എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ദേശം. നമ്മൾ ഇന്നൊരു അധ്യാപകനെ പരിചയപ്പെടുവാനായിട്ട് പോകുകയാണ്. ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകേണ്ടി വന്ന ഒരു അധ്യാപകൻ. എന്നാൽ താൻ ആ പ്രയാസങ്ങളിലൂടെ കടന്നു പോയപ്പോൾ വളരെ പ്രത്യാശയോടുകൂടി അതിനെയൊക്കെയും അതിജീവിക്കുകയും അതിൻ്റെ മധ്യത്തിൽ പ്രത്യാശ നിർഭരമായ അനേക ഗാനങ്ങൾക്ക് താൻ ജന്മം നൽകുകയും ചെയ്തു. അതിൽ ഒരു ഗാനത്തിൻ്റെ വിവരണത്തിലേക്കും ആ അധ്യാപകനെ പരിചയപ്പെടുവാനുമാണ് നാം ഇപ്പോൾ പോകുന്നത്. പ്രൈസ് ലോർഡ് സർ. പ്രൈസ് ലോർഡ്. സാറിൻ്റെ പേരും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ക്രൈസ്റ്റ് ദാസ്. ഓക്കെ. അച്ഛൻ്റെ പേര് യേശുദാസ്. അമ്മയുടെ പേര് നേശമ്മ. ഓക്കെ. പിന്നെ സഹോദരങ്ങൾ ഞങ്ങൾ 4 ആണുങ്ങളും 3 പെണ്ണുങ്ങളുമാണ്. മൂത്തയാളുടെ പേര് ജ്ഞാനദാസ്, ഇളയാളുടെ പേര് സത്യദാസ്, എൻ്റെ പേര് ക്രൈസ്റ്റ് ദാസ്, അനിയൻ്റെ പേര് അരുൾദാസ്. ഓക്കെ. പെൺമക്കൾ ഒന്ന് മൂത്തവൾ ശോശാമ്മ, രണ്ടാമത്തവൾ മറിയാമ്മ. ഓക്കെ. ശരി. പിതാവിൻ്റെ കുടുംബത്തിലെ പഴയകാല സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊന്ന് പറയാമോ? പിതാവ് പണ്ടത്തെ ക്ലോത്ത് റേഷൻ ഡിപ്പോയുടെ ഒരു ലൈസൻസ് ആയിരുന്നു. തുടർന്ന് അത് 2ാം ലോകമായുദ്ധം കഴിഞ്ഞപ്പോഴേ അതങ്ങ് നിർത്തി. അതായത് ജപ്പാനുകാരുടെ ടെക്സ്റ്റൈലുകളെല്ലാം 1ാം ലോകമായുദ്ധത്തിൽ തകർത്ത് തുണികളൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഇന്നത്തെ റേഷൻ കടകൾ പോലെ തുണി റേഷനായിട്ട് കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ടായിട്ട് അപ്പോൾ അവർ ലൈസൻസിയാണ്. അപ്പോൾ 2ാം ലോകമായുദ്ധം കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് നിർത്തി. പിന്നെ അപ്പം സ്വന്തമായിട്ട് ടെക്സ്റ്റൈലും ടൈലറിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 9 ഏക്കറോളം സ്ഥലമുണ്ടായിരുന്നു. അതുകൂടാതെ ടെക്സ്റ്റൈൽ, ടൈലറിങ്. പിന്നെ പിതാവ് ഒരു മ്യൂസീഷ്യനാണ്. ഹാർമോണിയം, ഫ്ലൂട്ട് ഇതൊക്കെ വായിക്കുമായിരുന്നു. ഹാർമോണിയം, ഫ്ലൂട്ടൊക്കെ. പിന്നെ അന്ന് കാളവണ്ടിയാണല്ലോ ഏറ്റവും വലിയ വാഹനം. കാളവണ്ടികളുണ്ടായിരുന്നു. പിന്നെ 1 ഏക്കർ 60 സെൻറ്റോളം നിലമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സാമാന്യ ഒരു മിഡിൽ ക്ലാസ് ആയിരുന്നു ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ സാറിനോട് ഒരു പിതാവ് സംഗീത വാസന ഉണ്ടായിരുന്ന ആളാണെന്ന് പറഞ്ഞു, മ്യൂസീഷ്യൻ ആയിരുന്നെന്ന് പറഞ്ഞു. സാറിന് അതിലേതെങ്കിലും സംഗീത വാസന ലഭിച്ചിട്ടുണ്ടോ പിതാവിൽ നിന്ന്? ജന്മസിദ്ധമായിട്ട് ഹാർമോണിയം വായിക്കുമായിരുന്നു. ഹാർമോണിയം അന്ന് എല്ലാ ഈ കൺവെൻഷൻ സ്ഥലങ്ങളിലും ഹാർമോണിയം, തബലയെല്ലാം കൂടി ഞങ്ങൾ പോകുമായിരുന്നു. ദൂര സ്ഥലങ്ങളൊക്കെ അതല്ലേ ഉള്ളൂ, വേറെ മ്യൂസിക് പരിപാടികളൊന്നും ഇല്ല. അങ്ങനെ എല്ലാ കൺവെൻഷനുകളും വിളിക്കുന്നിടത്തൊക്കെ ഞങ്ങൾ ഫാദർ ഫ്ലൂട്ട്, ഞാൻ ഹാർമോണിയം, അനിയൻ തബല ഇങ്ങനെ വായിക്കും. ഇപ്പോഴും ഹാർമോണിയം വായിക്കാറുണ്ടോ? ഇപ്പോഴും ഹാർമോണിയം ഉണ്ട്. ഒരു 100 വർഷത്തോളം പഴക്കമുള്ള ഒരു ഹാർമോണിയം എൻ്റെ കയ്യിലുണ്ട്. അപ്പം അപ്പൻ ഇത് തന്നിട്ട് പറഞ്ഞു, മോനെ ഇത് രാവിലെയും വൈകുന്നേരവും ഇത് വായിച്ച് പ്രാർത്ഥിക്കണം, മുടക്കരുതെന്ന് പറഞ്ഞു. സാറ് പ്രാർത്ഥനയിൽ അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. സാറിൻ്റെ മാതാപിതാക്കന്മാരുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചൊന്ന് പറയാമോ? എന്നെ അമ്മ ഗർഭിണിയായിരിക്കുമ്പോഴേക്കും പെട്ടെന്നൊരു അസുഖം വന്നു. അത് ഒരു മെൻ്റൽ വീക്ക്നെസ് പോലെയായിരുന്നു. അമ്മ ഇങ്ങനെ ഒരു ലോറിയുടെ കുറുകെ എടുത്ത് ചാടി. അപ്പോൾ ഒരാളെ പിടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് ജീവൻ കിട്ടി. അപ്പോൾ എനിക്ക് 3 മാസം അമ്മ ഗർഭിണിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാ വൈദ്യന്മാരും അതുപോലെ തന്നെ മന്ത്രവാദികളും ഒക്കെ ശ്രമിച്ചിട്ട് മാറാതിരുന്നപ്പോഴേക്കും ഒരിക്കലും CPM നിന്നൊരു സൗഖ്യമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ സിലോൺ പെന്തക്കോസ്ത്, ഇപ്പോഴത്തെ TPM സിലോൺ പെന്തക്കോസ്ത് മിഷനിൽ പോയത്. അത് ഇവിടെ നിന്ന് ഞങ്ങൾ
മണിവിള എന്ന സ്ഥലത്താണ് ഉള്ളത്. അന്നേരം ഞങ്ങൾ കാൽനടയായിട്ട് പോകുമായിരുന്നു ആരാധനയ്ക്ക്. ഒടുവിൽ ഇത്രയും ദീർഘമായ ദൂരം ഞങ്ങൾ കൊച്ചു പിള്ളേരൊക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലാദ്യം സിയോൺ പെന്തക്കോസ്തിൻ്റെ ആരാധന തുടങ്ങി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വേറെ സ്ഥലം വാങ്ങി അന്നത്തെ രീതിയിലുള്ള ഒരു ഷെഡും അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ശരിയാക്കി അങ്ങോട്ട് മാറി പനച്ചമൂട്ടിലേക്ക്. അതെ, അവിടെ എൻ്റെ 28 വയസ്സ് വരെയും ഞങ്ങൾ അതിലായിരുന്നു. പിന്നെ ചില സാങ്കേതിക കാരണങ്ങളാൽ മാറേണ്ടി വന്നു. അനീഷ് വിവാഹത്തോടനുബന്ധിച്ച് ഏജിയിൽ പോകേണ്ടി വന്നു. അസംബ്ലി ഓഫ് ഗോഡ്. അനീഷ് ഇങ്ങനെ തീരെ കാഴ്ചയിലായപ്പോഴേക്കും ഒരിടം പോകാൻ കഴിയുന്നില്ല. പിന്നെ ബാത്റൂമിൽ വീണ് ഇടുപ്പിന് മുതിരും കേടായതുകൊണ്ട് ഒരിടം പോകാതിരിക്കുമ്പോഴാണ് പാസ്റ്റർ വിചാരിച്ചിട്ട് കാണാനെത്തത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ബ്രദറൻ അസംബ്ലി കോവിലൂരിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തീരെ നടക്കാനും ഇരിക്കാനും ഒന്നും വയ്യാത്തത് കൊണ്ട് വീട്ടിലാണ്. പിന്നെ പാസ്റ്റർ 2 പേരുണ്ട്. അവർ 2 പേരും വൈഫും ആയിട്ടുള്ള വീട്ടിലും പ്രാർത്ഥിക്കും. ആ അനുഗ്രഹത്തിൽ ഞങ്ങളിങ്ങനെ കഴിഞ്ഞു കൊടുക്കുന്നു. 28 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. സാറിൻ്റെ വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒരു വാക്കിലൊന്ന് അവരെയും പരിചയപ്പെടുത്താമോ? 31 വയസ്സായപ്പോഴേക്കും വിവാഹം, എൻ്റെ BEd കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും വിവാഹത്തിന് ഇങ്ങനെ പലയിടത്തും ആലോചന വന്നു. പക്ഷേ അമ്മയ്ക്ക് ഏറ്റവും പിടിച്ചത് പ്രേമയാണ്. പ്രേമ BCom കഴിഞ്ഞിരിക്കുകയായിരുന്നു. അവരുടെ വീടും ഞങ്ങളെപ്പോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പനമ്മയ്ക്ക് അത് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ 1981 ജനുവരി 8 തീയതി വിവാഹിതരായി. വൈഫ് BCom കാരിയാണ്. പിന്നെ അന്ന് ഞാൻ ഈ മാനേജ്മെൻറ്റ് സ്കൂളിൽ കയറിയാൽ വേറെ മാറ്റമൊന്നുമില്ലല്ലോ, ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റാണ്. അപ്പോൾ അവിടെ തന്നെ കഴിയണം. അവിടെ ഒരു വൈഫിനെ ജോലിക്കൊന്നും വിട്ടില്ല. വീട്ടുകാര്യങ്ങൾ നോക്കി പിള്ളേരെയൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആൻറ്റിയും വൈഫിന് അവിടെ 3 ചേച്ചി, ഒരു അനിയത്തി, അങ്ങനെ അവർ 3 പേര്. പിന്നെ 3 ആണുങ്ങളുണ്ടായിരുന്നു. അത് മൂത്ത കളിയും ബോംബെയിലെ ടെക്സ്റ്റൈൽ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ മരിച്ചുപോയി. ഇളയാൾ ഒരു 3-4 വർഷത്തിന് മുമ്പ് മരിച്ചുപോയി. ഇനി ഒരു അനുജനേ ഉള്ളൂ. അങ്ങനെ 6 പേരായിരുന്നു ആ കുടുംബത്തിൽ. അപ്പച്ചൻ എയർഫോഴ്സിലായിരുന്നു. അമ്മ UPS ടീച്ചറായിരുന്നു, UP സ്കൂൾ ടീച്ചറായിരുന്നു. പിന്നെ ആൻറ്റി ഇങ്ങനെ കൊച്ചിയിൽ, ഡൽഹിയിൽ അങ്ങനെ മാറ്റം വരുന്നിടത്തൊക്കെ പോകുമായിരുന്നു. അവിടെയൊക്കെ ടീച്ചറായിട്ട് ജോലിയും ചെയ്തു. അങ്ങനെയാണ് വൈഫിൻ്റെ കുടുംബ ജീവിതം. അങ്കിളിൽ നിന്ന് ആൻറ്റിയും ആൻറ്റിയുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് കഴിഞ്ഞു. ആൻറ്റി മക്കളെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താമോ? ഞങ്ങൾക്ക് മക്കളും 2, ഒരു മോളും ഒരു മോനും. മക്കളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ മോള് ഫാമിലിയായിട്ട് കാനഡയിലാണ്. മോനും ഫാമിലിയായിട്ട് അവിടെ ആയിരുന്നു. മോളും നാട്ടിൽ വന്നു, ഇപ്പോൾ വന്നു. മോൻ അവിടെ ഉണ്ട്. പിന്നെ മോൾക്ക് 3 മക്കളുണ്ട്. കൊച്ചുമക്കളും 3 പേര്, 3 ആൺമക്കളാണ്. അപ്പം മൂത്ത മോന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തത് 5-ൽ, മൂന്നാമത്തെ മോൻ 2-ൽ. ഇടയ്ക്ക് 1 മാസം മുമ്പ് വന്നിട്ട് പോയി. നീണ്ട വർഷത്തെ ഒരു ദാമ്പത്യമാണല്ലോ. അപ്പൊ അതിൽ അനേകം നല്ല ഓർമ്മകളുണ്ടാവും. അതെ, ദൈവം നടത്തിയ വിധങ്ങളുണ്ടാവും. അപ്പോൾ അതിലേതെങ്കിലും നല്ലൊരു ഓർമ്മ ഒന്ന് പങ്കുവയ്ക്കാമോ? ഒരു കുറേ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെയെല്ലാം ഒരുമിച്ച് തന്നെ നമ്മൾ നിന്ന് അങ്ങനെ പറയാവുന്ന ഒരുപാടുണ്ട്. നല്ല ദൈവം അതിനെല്ലാം ഞങ്ങൾക്ക് തരണം ചെയ്തു വരാൻ ദൈവം ഇടയാക്കി. മക്കൾ ഇത്രയും ദൈവം എത്തിച്ചതൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ കരുണ. അതിൽ പ്രധാന ഭാഗം ഞാൻ തന്നെ. ഞാനൊരു സബ്. സാറിൻ്റെ കണ്ണിൻ്റെ രോഗം എന്തായിരുന്നു? അതിന് തക്ക സമയത്ത് ചികിത്സ ലഭിച്ചായിരുന്നോ? എങ്ങനെയാണ് ആ രോഗം തിരിച്ചറിഞ്ഞത്? 45 വയസ്സായപ്പോഴേക്കും കണ്ണ് കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വരികയായിരുന്നു. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അത് ഇങ്ങനെ പോവും, ലെൻസ് മാറ്റും, വരും.
അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും 2001 തോന്നുന്നു, മോനിങ്ങനെ വെള്ളയുടെ ജംഗ്ഷനിൽ നിന്നിട്ട് കൈ കാണിക്കും, ഞാൻ മോനെയും കൂടെ കൊണ്ടുപോയി പോരും, വണ്ടി സ്കൂട്ടറിൽ കൊണ്ടുവരും. പക്ഷേ ഒരു ദിവസം കൈ കാണിച്ചത് കണ്ടില്ല, ഞാൻ നേരെ കാണാതെയും പോകുന്നു, ഇടതുവശത്താണ് നിന്നത്. പോന്നപ്പോഴും മോനെ ഭയങ്കര സങ്കടം, പിള്ളേരൊക്കെ കളിയാക്കി. ആ കളിയിൽ ഭയങ്കര ദുഃഖമായി, വീട്ടിലത് കരഞ്ഞുകൊണ്ടായി. എങ്കിലും ഡാഡി നിർത്തിയില്ലല്ലോ, ഞാൻ മക്കളെ കണ്ടില്ല. പിന്നെ ഈ ഇടതുവശത്തുള്ള കുഴികളൊന്നും കാണാനൊക്കെ, അവിടേക്കൊക്കെ കുഴി കയറി ഇറങ്ങിയാണ് വരിക, ഒട്ടും കാഴ്ചയില്ലാതായി. അപ്പോൾ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും അത് ഗ്ലോക്കോമയാണെന്നും ഒരു കണ്ണ് കംപ്ലീറ്റ് പോയി, അടുത്ത കണ്ണിൻ്റെയും 3/4 ഭാഗത്തോളം ആ ബ്ലൈൻഡ്നെസ് വ്യാപിച്ചു എന്ന് പറഞ്ഞ്. അങ്ങനെ 22 ദിവസം ഞങ്ങൾ ട്രിവാൻഡ്രം കണ്ണാശുപത്രിയിൽ കഴിയുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഇതിനി മാറുന്ന ലക്ഷണമില്ല, ഒരു 2 വർഷത്തിനകത്ത് സാറ് ഫുൾ ബ്ലൈൻഡ് ആവും. അവിടെ 22 ദിവസം കഴിഞ്ഞ് ഇഞ്ചക്ഷൻ കഴിഞ്ഞ് എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്നപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു, ഏഷ്യയിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ്, രണ്ടാമത്തെ ആശുപത്രിയാണ് ശങ്കരദത്താലയം, കാഞ്ചി കാമകോടിയുടെ, ചെന്നൈയിൽ. അവിടെ ഒന്ന് പോയി നോക്കിയാൽ കൊള്ളാമെന്ന് ആൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞ് ഇറ്റ് ഈസ് സോ ലേറ്റ്, പക്ഷേ ഇപ്പോൾ ഒരു 5% കാഴ്ചയുണ്ട്, അത് ഞങ്ങൾ നിർത്തി സർജറി ചെയ്യാം, പക്ഷേ ചില വർഷങ്ങൾ കഴിയുമ്പോൾ അതും ഇല്ലാതായി പോകും, ഒരു 10 വർഷത്തിനകത്ത് ആ കാഴ്ച പോകുമെന്ന് പറഞ്ഞു. അതുപോലെ അവിടെ നിന്ന് സർജറി കഴിഞ്ഞ് വന്നു, ഒരു 10-12 വർഷമായപ്പോഴേക്കും കാഴ്ച കുറഞ്ഞ്, ഇപ്പോൾ തീരെ കാഴ്ചയില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ എങ്കിലും രാവിലെ എഴുതുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളിൽ മുടക്കമില്ല. അറിയാവുന്നൊരു 4-5 സങ്കീർത്തനം പറയും, അത് കാണാൻ പഠിച്ചിട്ടുള്ളത്, കുട്ടിക്കാലത്തെ പഠിച്ചിട്ടുള്ള, അതിപ്പോഴും ഓർമ്മയുണ്ട്, അത് പാടും. പിന്നെ പ്രഭാത ഗീതം ഒരു 5 പാടും. അതിലൊരു പാട്ട് ഞാൻ എഴുതിയതിനുണ്ടായിരുന്നു, അതങ്ങനെ തുടർന്ന് പോകുന്നു. ആ ഒരു പ്രത്യാശ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇതൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും നിരാശ വരാറുണ്ട്. യേശു പറഞ്ഞ പോലെ മനുഷ്യൻ്റെ പ്രകാശമാണ് കണ്ണ്. അപ്പോൾ അത് പോയിട്ട് ഇനി എങ്ങനെ ജീവിക്കും എന്ന് ചിലപ്പോൾ ഭയങ്കരമായ നിരാശകൾ വന്ന് ഒരു മൂഡ് ഓഫായി ഒരു ദിവസമൊക്കെ അങ്ങനെ ഇരുന്ന് പോകും. പിന്നെ ഞാൻ വിചാരിച്ചു, എനിക്കിപ്പോഴല്ലേ കാഴ്ചയില്ലാതായത്. ജനിച്ചപ്പോഴേ കാഴ്ചയില്ലാത്തവരുണ്ടല്ലോ, അവർ ഈ ലോകം എന്താണെന്നോ സൂര്യൻ എങ്ങനെയാണെന്നോ ചന്ദ്രൻ എങ്ങനെയാണെന്നോ അറിയില്ല, ഭൂമി തന്നെ എന്താണെന്ന് അറിയില്ല, എങ്കിൽ ഇത്രത്തോളം കാഴ്ച എന്നല്ലോ എന്ന് പറഞ്ഞത്. ഞാൻ പെൻഷൻ വാങ്ങാൻ പോകുമ്പോഴേക്കും അവിടെ ഒരു ബ്രാഹ്മണനുണ്ട്, അവിടുത്തെ സൂപ്പറുണ്ട്. അപ്പോൾ സാറിനെ കണ്ടിട്ട് ഞങ്ങൾ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് അടുത്ത് ചെന്നു. അപ്പോൾ സാറ് പറഞ്ഞു, ഇവിടെ മിക്കവാറും പെൻഷൻ പറ്റുന്നെങ്കിൽ ലോകങ്ങളൊക്കെ വരുമ്പോഴേക്കും അവർ ഷേവ് ചെയ്യില്ല, കുളിക്കില്ല, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യില്ല, അങ്ങനെ ഒരു ജീവിതമാണ് കാണുന്നത്. പക്ഷേ സാറ് ഞാൻ എന്ത് കണ്ടാലും വളരെ ഒരുങ്ങി കാര്യമായിട്ട് ഞാൻ പറഞ്ഞു, എന്നെ അങ്ങനെ ഒരുക്കുന്ന കാര്യത്തിൽ വൈഫാണുള്ള കാര്യം എല്ലാം നന്നായിട്ട് ചെയ്ത് എന്നോട് കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് ഈ അവസ്ഥയിൽ ഞാനത് ദൈവത്തെ കുറ്റം പറയുന്നത് ശരിയല്ല. ഇത്രയും കാലം എനിക്ക് പൂർണ്ണമായ കാഴ്ച ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്നുവരെയും ജീവിച്ചു പോകുന്നു. രാവിലെകളിൽ ചൊല്ലുന്ന സങ്കീർത്തനത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അതെ. അതിലേറ്റവും പ്രിയപ്പെട്ട സങ്കീർത്തനം ഏതാണ്? അതിൻ്റെ ചില വാക്യങ്ങളൊന്ന് ചൊല്ലാമോ? അത് 70-ാം സങ്കീർത്തനം. 70-ാം സങ്കീർത്തനം. ചില വാക്യങ്ങളൊന്ന് ചൊല്ലാമോ പ്രേക്ഷകർക്കായിട്ട്? ദൈവമേ എന്നെ വിടിയിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് പ്രാണകരെഴുത്താൻ നോക്കുന്നവർ ലജ്ജിച്ച് പ്രവചിച്ചു പോട്ടെ. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമാക്കട്ടെ. നന്നായി നന്നായി എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം പിന്തിരിഞ്ഞു പോട്ടെ. ഞാനോ എളിയൊരു ദരിദ്രമാകുന്നു. ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നതിനുമാകുന്നു. യഹോവയെ താമസിക്കരുത്. അത് 70-ാം സങ്കീർത്തനം. പിന്നെ 91-ാം സങ്കീർത്തനം. അത് കഴിഞ്ഞ് 121-ാം സങ്കീർത്തനം, ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. പിന്നെ രാവിലെ എണീറ്റുടൻ 61-ാം സങ്കീർത്തനം. ദൈവമേ നീ എൻ്റെ ദൈവകാലത്ത് ഞാൻ നിന്നെ രക്ഷിക്കും.
അങ്ങനെ 70, 91, 121, 63 ഈ സങ്കീർത്തനങ്ങളൊക്കെ പറയും. ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ബൈബിൾ തുറന്നു വയ്ക്കാൻ കഴിയില്ല, അതുകൊണ്ട് ആ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു. പിന്നെ 3 നേരവും മുട്ടുകുത്തി പ്രാർത്ഥിക്കും, അതിനും മുടക്കമില്ല. അതുകൊണ്ട് കൂടുതൽ നിരാശ കൂടാതെ ദൈവം ഞങ്ങൾ ഇതിനെയും വഴിയെടുത്തി ദൈവത്തിൻ്റെ കരുണയാണ്, ദീർഘക്ഷമയും കരുണയും കൃപയുമുള്ള ദൈവം ഇതിനെയും വഴിയെടുത്തി ഇനിയും ഞങ്ങളെ നടത്തുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ ഒരു ആത്മീയ ചിട്ട, ദൈവവചന വായന, അതുപോലെ പ്രാർത്ഥന, ഇതൊക്കെയും പുതിയ തലമുറയ്ക്കും നല്ല അനുകരണീയമായൊരു മാതൃകയാണ്. ദൈവം തുടർന്ന് മകളിനെ അതിനായിട്ട് സഹായിക്കട്ടെ. സാറ് 12ഓളം പാട്ടുകൾ എഴുതിയതായിട്ട് ഞാൻ കേട്ടായിരുന്നു. അതിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? ആ പാട്ടിൻ്റെ പശ്ചാത്തലവും കൂടി ഒന്ന് വിവരിക്കാമോ? ബൈബിളിൽ പറയുന്നതിൽ എൻ്റെ സ്നേഹിതന്മാർ അന്ധകാരം അത്രേ, ആ ഒരവസ്ഥയിലായിപ്പോയി ഞാൻ. ആ സമയത്ത് ഒറ്റയ്ക്ക് തികച്ചും, ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ഏകാന്തതയിലാകുമ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥ എനിക്ക് വന്നു. ആരും വരില്ല. അന്ന് കൂടെ വരികയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്ത കാര്യം അവരൊക്കെയും പിന്നെ ഒരു മനുഷ്യർ പോലും തിരിഞ്ഞു നോക്കാതെ തനിച്ച് ഏകാന്തതയിലായിരുന്ന ഒരു സന്ദർഭം. ഏകന അത്ഭുതം ചെയ്തവനാം ദൈവം, ഏകനാം നിന്നെ കാണും, ശോകങ്ങളാകെ മാറ്റി കണ്ണീരൊപ്പിടും, വേഗം നിന്നെ അനുഗ്രഹിക്കും. സാർ ഏകദേശം 12ഓളം ഗാനങ്ങൾ എഴുതിയതായിട്ട് അറിയാനിടയായി. അതിൽ ആദ്യം എഴുതിയ ഗാനം ഏതാണ്? ആ ഗാനത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് വിവരിക്കാമോ? എല്ലാം ഉണ്ടായിരുന്നിട്ട് തകർന്നു പോകുമ്പോഴുണ്ടാകുന്ന ആ ഒരു ആളുകളുടെ പരിഹാസവും, ഈ നമ്മൾ 70-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ ലജ്ജിച്ചു പോയിട്ടെന്നുള്ള ആ വാക്യം എന്നെ വല്ലാതെ ഘടാതാകർഷിച്ചു. അങ്ങനെയാണ് ഞാൻ ആ പാട്ടിൽ നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ, ഗതിയില്ലാതെ അലയുന്ന ഒരഗതിയായി, കൂടുവിട്ട് അലയുന്ന പക്ഷിയെപ്പോലെയായി, എങ്കിലും ദൈവൻ്റെ സങ്കേതമായി കൂടിയിരുന്നുള്ള ആ ഒരു കാര്യം ഓർമ്മ വന്നപ്പോഴേക്കും എഴുതിയ പാട്ടാണ്. എത്ര സ്തുതിച്ചാലും മതിയൊരില്ല. ഇപ്പോഴാ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴേക്കും എത്ര സ്തുതിച്ചാലും മതിയൊരില്ല. ആ പാട്ട് കണ്ണീരോടാണ് പാടി അവസാനിപ്പിക്കുന്നത്. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴേക്കും അതിലെ ഫിലിം പോലെ കണ്ണിലൂടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോഴും അറിയാതെ തന്നെ ഇമോഷണലായി പോകും. അങ്ങനെ എനിക്ക് ഒന്നും മുഴിപ്പിക്കാൻ കഴിയില്ല. അതിനുള്ള കണ്ണീർ തന്നെ ആവഹിക്കും. എങ്കിലും ദൈവീയ വഴിയെടുത്തി മക്കളെ പഠിപ്പിക്കാനൊന്നും ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു. എങ്കിലും ദൈവം തന്നെ അവരുടെ കൂടെ ഇരുന്ന് അവർ പഠിച്ചു. രണ്ടുപേരും പിന്നെ നല്ല കരിയറിൽ തന്നെ അവർ ഇപ്പോൾ കാനഡയിലായിരിക്കുന്നു. കാനഡയിൽ പോകുന്ന ഒരിക്കൽ പോലും വിചാരിച്ചില്ല. ഒരു GNM വിടാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനപ്പോൾ ഇത് വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞ്, മോളെ അടുത്ത ആഴ്ച മോള് BSc നഴ്സിങ്ങിന് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ മോള് പറയണത്, പപ്പ എന്ത് പറയണത്, എന്തെങ്കിലും നിവൃത്തിയുണ്ടോ, എന്നെ ജീവനെങ്കിലും അയക്കാനെങ്കിലും നിവൃത്തിയുണ്ടോ എന്ന് ചോദിച്ചു. അത്രത്തോളം തകർന്ന് തരിപ്പണമായി ആളുകളുടെ മുമ്പിൽ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. എന്തോ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ള ആ വാഗ്ദത്തം ലൂക്കോസ് 18 ഇട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ പകുതി നിലവിളിക്കുന്ന മൃതന്മാരുടെ കാര്യങ്ങളിൽ ദീർഘക്ഷമ കാണിച്ചാലും വേഗത്തിൽ പ്രതിക്രിയത്ത് രക്ഷിക്കും എന്നുള്ള വാഗ്ദത്തം പോലെ ഞാൻ എന്തോ വിശ്വസിച്ചു. പറഞ്ഞതുപോലെ തന്നെ മക്കൾക്ക് വിശ്വാസമില്ലാത്ത കാര്യം അവർ നോക്കുമ്പോഴേക്കും ആ സാഹചര്യങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. എങ്കിലും ദൈവം അവിടെയും ഒരാളെ ദൂതനെ പോലെ കൊണ്ടുവന്ന് BSc നഴ്സിങ്ങിന് രാഘവേന്ദ്ര
നഴ്സിംഗ് കോളേജ് ബാംഗ്ലൂർ പഠിക്കാനിടയായി. പഠിച്ചു. പിന്നെ അവിടെ നിന്ന് ദൈവം അവിടെ അവരെ അനുഗ്രഹിച്ചു. അവിടെ ഇപ്പോൾ കാനഡയിലായിരിക്കുന്നു. ഇന്നലെയും വിളിച്ചിരുന്നു. കൊച്ചുമക്കളൊക്കെ കാണുമ്പോൾ തന്നെ ഞാനെങ്കിലും അവരോട് മക്കളോട് പറയും, മക്കളെ സ്കൂളിൽ പോകുമ്പോൾ മൂന്ന് നേരം പ്രാർത്ഥിക്കാൻ കഴിയില്ല, പക്ഷെ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം പ്രാർത്ഥിക്കണം. സ്കൂളിൽ പോകുന്നേരം പ്രാർത്ഥിക്കണം. വരുമ്പോൾ അപകടങ്ങൾ ആപത്തുകളൊന്നും കൂടാതെ ദൈവം വീട്ടിൽ കൊണ്ട് എത്തിച്ചേരാൻ നന്ദിയും പറയണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തന്നെ ആദ്യം ചെയ്യേണ്ടത് നന്ദി രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ പറയാവുന്ന മക്കളോട് പറഞ്ഞാൽ അവരിന്നും അത് ആചരിച്ചു തരണം. മോനൊക്കെ ആ സമയം 2-3 ദിവസം ഞങ്ങൾ ഒരുമിച്ച് മക്കൾ ഒരുമിച്ചിരുന്ന് ഉപവസിക്കുമായിരുന്നു. ആ കണ്ണീരിൻ്റെ അനുഭവമാണ് ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തരും അനേകരുണ്ട്. അവരുടെ എല്ലാ പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ മഹാകരുണയാലും ഇതുവരെ കൊണ്ടെത്തിച്ചു. ഇനിയും ദൈവങ്ങളെ അത്ഭുതകരമായി വഴി നടത്തും എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവ സമ്പുഷ്ടമാണല്ലോ ആദ്യത്തെ ഗാനം തന്നെ. ആ ഗാനത്തിൻ്റെ വരികൾ അല്ലെങ്കിൽ ആ ഗാനം അങ്കിളുടെ ശബ്ദത്തിൽ തന്നെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിലെ ചില വരികളൊന്ന് ആലപിക്കാമോ? നിന്നവരീഹാസം സഹിച്ചു ഗതിയില്ലാതെയുന്നോരവരിയായി നിന്നവരീഹാസം ഏറെ സഹിച്ചു ഞാൻ ഗതിയില്ലാതെയുന്നോരവരിയായി കൂടുവിട്ടലയുന്ന പക്ഷിയെ പോലെയാ കൂടുവിട്ടലയുന്ന പക്ഷിയെ പോലെയാ ദൈവമെനിക്കൊരു സങ്കേതമായി എൻ്റെ ദൈവമെനിക്കൊരു സങ്കേതമായി എത്ര സ്തുതിച്ചാലും മതി വരില്ല നിന്നെ എങ്ങനെ വാഴ്ത്തിയാലും കൊതി തീരില്ല. സ്തുതിച്ചാലും മതി വരില്ല നിന്നെ എങ്ങനെ വാഴ്ത്തിയാലും കൊതി തീരില്ല. എത്ര സ്തുതിച്ചാലും മതി വരില്ല നിന്നെ എങ്ങനെ വാഴ്ത്തിയാലും കൊതി തീരില്ല. എന്നെ നീ നടത്തുന്ന കൃപകളെ ഓർക്കുമ്പോൾ എന്നെ നീ നടത്തുന്ന കൃപകളെ ഓർക്കുമ്പോൾ നിത്യവും നിന്നെ പുകഴ്ത്തിടും ഞാൻ നാഥ. നിത്യവും നിന്നെ പുകഴ്ത്തിടും ഞാൻ. എത്ര സ്തുതിച്ചാലും മതി വരില്ല നിന്നെ എങ്ങനെ വാഴ്ത്തിയാലും കൊതി തീരില്ല. എല്ലാം നശിച്ചപ്പോൾ എല്ലാവരും അന്ന് സഹതാപത്തോടെ നോക്കി നിന്നു. എല്ലാം നശിച്ചപ്പോൾ എല്ലാവരും അന്ന് സഹതാപത്തോടെ നോക്കി നിന്നു. എങ്കിലും എൻ ദൈവം
സ്തുതിച്ചാലും മതി വരില്ല നിന്നെ, ഇങ്ങനെ വാഴ്ത്തിയാലും കൊതി തീരില്ല. ഏറെ സഹിച്ചു ഞാൻ, ഗതിയില്ലാതലയുന്നോരഗതിയായി. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ, ഗതിയില്ലാതലയുന്നോരഗതിയായി. കൂടുവിട്ടലയുന്ന പക്ഷിയെ പോലെയായി, കൂടുവിട്ടലയുന്ന പക്ഷിയെ പോലെയായി. ദൈവം എനിക്കൊരു സംഗീതമായി, ദൈവം എനിക്കൊരു സംഗീതമായി. എത്ര സ്തുതിച്ചാലും മതി വരില്ല നിന്നെ, ഇങ്ങനെ വാഴ്ത്തിയാലും കൊതി തീരില്ല. അനുഗ്രഹമായിന്നും പുലർത്തുന്നതാകയാൽ ഞാൻ അനുഗമിക്കും തൻ്റെ ചുവടുകളെ. അനുഗ്രഹമായിന്നും പുലർത്തുന്നതാകയാൽ ഞാൻ അനുഗമിക്കും തൻ്റെ ചുവടുകളെ. അനുദിനവും തിരുവചനങ്ങളെ ഞാൻ, അനുദിനവും തിരുവചനങ്ങളെ ഞാൻ അനുസരിച്ചു തന്നോടണഞ്ഞിടും ഞാൻ, എന്നും അനുസരിച്ചു